വേദിയിൽ അവതരിപ്പിച്ചത്. ശരപ്പൊളി മാല ചാർത്തി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ഓഡീഷനിൽ പ്രീതി പാടിയത്. ശരപ്പൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പൂത്തരാവിൽ ഏതോ രാഗം നിന്നെ തേടുന്നു. നാം കാതോർത്തിരുന്ന പാട്ടിന്റെ ഈണവുമായി പ്രീതി. ഇപ്പൊ എന്റെ സിംഗിങ് റൗണ്ടാണ്. ഞാൻ ചാമ്പരം ഫിലിമിന് ജാനകിയമ്മ പാടിയത് നാഥ നീ വരും കാലുവച്ച് കേൾക്കുവാൻ ഈ പാട്ടാണ് പാടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും പ്രോത്സാഹനം, നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹായ് പ്രീതി. പ്രീതി വന്നപ്പോൾ പ്രീതിയുടെ പ്രീവിയസ് പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. കൂടെ ആരാണ് വന്നിരിക്കുന്നത്? എൻ്റെ വലിയമ്മ വലിയച്ഛൻ പിന്നെ കസിൻ ബ്രദറുണ്ട്. ഓക്കെ, അപ്പോൾ ഹലോ ടു എവ്രി വൺ. ഓക്കെ, അപ്പോൾ പ്രീതി നല്ലോണം പാടാൻ സാധിക്കട്ടെ. പെർഫോമൻസ് ആസ് ഐ സെഡ് വാസ് വണ്ടർഫുൾ. നല്ലോണം പാടും പ്രീതി. യു ലുക്ക് ലവ്ലി. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കാതോർത്തു ഞാനിരുന്നു താവക വീതി ഇൻമിരി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവക വീതി ഇൻമിരി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ.
പ്രീതിയുടെ 2 സൈഡാണ് ഇപ്പൊ again ഞങ്ങൾ കണ്ടതല്ല. യു റോക്ക്ഡ് ഇൻ ദ പെർഫോമൻസ് ആൻഡ് ഇതിലെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. ശരത് സർ. പ്രീതി സൂപ്പറായിരുന്നു പ്രീതി. താങ്ക് യു സർ. നമ്മൾ ആലാപ്പിൻ്റെ ആ തുടക്കത്തിൽ കഴിഞ്ഞിട്ടുള്ള ആദ്യം ആ നോട്ട് മാത്രമേ കുറച്ചും കൂടി ശ്രുതി ചേരണം കേട്ടോ. ഒക്കെ ഞാൻ ഈ ശ്രുതിയുടെ കാര്യം പറയണം കേട്ടോ. ചരണത്തിൽ അനുപലവിൽ കാണുന്ന നേരത്ത് ആ ചാമര വീഴ്ച എന്നുള്ള സംഗതി കുറച്ചും കൂടെ ക്ലിയർ ആവണം. അത് സെക്കൻഡ് ചരണത്തിൽ നന്നായിട്ടുണ്ട്, പക്ഷെ അത് കൂടെ പോരാ, കുറച്ചും കൂടെ ശരിയാക്കണം അത് കേട്ടോ. ആ തുണ്ടുപല്ലവിൽ എന്ത് പറ്റിയ കേൾക്കുവാൻ അതങ്ങ് പോയല്ലേ, നന്നായിരുന്നു കേട്ടോ മോളെ. അങ്ങനെ വരരുത് കേട്ടോ. ചിരിക്കുന്ന എന്തൊരു സന്തോഷം, ശ്രുതി ചേർന്നില്ലെന്ന് പറഞ്ഞപ്പം. ശരി, ഇതെല്ലാം ഞാനിത് പറയാൻ കാരണം ഇത്രയെങ്കിലും പറയണം. ഓള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. വളരെ എന്താ പറയണ്ടേ, അവിടെ ഇവിടെ ഇങ്ങനെ ആടാണ്ട് വളരെ സ്റ്റഡി ആയിട്ട് പാടി, ക്ലീനായിട്ട് പാടി. അതിൻ്റെ എക്സ്പ്രഷൻ നാഥാന്നൊക്കെ വിളിച്ചാൽ നാഥനും അയലത്തുള്ള 3-4 നാഥന്മാരും കൂടെ വരും. സൂപ്പറായിരുന്നു കേട്ടോ. ഇല്ല, അഭിനയിക്കുവോ, ജീവിതത്തിൽ അഭിനയിക്കുവോ? അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. എനിക്ക് പറയുന്ന പോർഷനൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ പ്രീതി പാടിക്കൊണ്ടിരുന്ന പെട്ടെന്ന് എനിക്ക് രാധാകൃഷ്ണൻ്റെ ഓർമ്മ വന്നു. കാരണം ഈ അടുത്ത് രാധാകൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വല്ലാണ്ട് എനിക്ക് കാണാൻ തോന്നി. കാരണം അസാധ്യ പാട്ട്. എനിക്ക് അങ്ങനെയാണ്, നല്ല മ്യൂസിക് കേട്ടാൽ പിന്നെ മ്യൂസിക് ഡയറക്ടറെ പോയി കണ്ട് ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു തൊഴിൽ. പെട്ടെന്ന് രാധാകൃഷ്ണനെ കാണാൻ തോന്നി. ഞാനത് എൻജിൻ്റെ അടുത്ത് പറഞ്ഞത്. മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, വളരെ ഇഷ്ടമാണ് എനിക്ക്. താങ്ക് യു സർ. കേട്ടോ 26 മാർക്സ്. 26. ചിത്ര ചേച്ചി പറഞ്ഞ മാതിരി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്സിലൊന്നാണത്. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നതിനും കാരണം അദ്ദേഹമാണ്. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമേ തന്നെ എനിക്ക് മോള് പാടിയത് വളരെ ഇഷ്ടമായി. ശരിക്കും പ്രീതി ഇന്ന് എന്താ പറയണ്ടേ, വളരെ വലിയ കറക്ഷൻസ് ഒന്നും പറയാൻ, എനിക്ക് 1-2 സജഷൻസ് മാത്രമേ പറയാനുള്ളൂ, വേറെ കറക്ഷൻസ് ആയിട്ടൊന്നും പറയാനില്ല. ആകെ മിഡിൽ പല്ലവിയിൽ ഒരു ദൃഷ്ടി വീണമാരി കാലച്ച കേൾക്കുവാൻ ഇത്തിരി ഷാർപ്പായിപ്പോയി നിർത്തിയ സ്ഥലം. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് സജഷൻസ് പറയാനാണെങ്കിൽ കാലച്ച കേൾക്കുവാൻ അത് ജാനകിയമ്മ വളരെ ഹസ്കിയായിട്ട് പാടിയാണ്, അതത്രയും അങ്ങോട്ട് വന്നില്ല എന്ന് തോന്നി. കാതോർത്തു ഞാനിലൊരു മുഴപ്പിക്കലുണ്ട്, അതും വിട്ടുപോയി 1-2 സ്ഥലത്ത്. പിന്നെ അവസാനം എൻ്റെ നിർത്തിയില്ലേ, നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാ, അത് ഭയങ്കര ഹസ്കിയായിട്ടാണ് പാടിയിരിക്കുന്ന ആ പോർഷൻ. പിന്നെ പൂവിൻ കവിളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. സംഗതിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നു. ചാമരം വളരെ എക്സ്പ്രസീവ് ആയിരുന്നു. എന്താ പറഞ്ഞ, പിന്നെ എനിക്ക് എന്തേ മനം തുടിക്കാൻ, അതിൽ എന്തേയും ഭയങ്കര ഒരു ഹസ്കി ഫീലിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതും കുറച്ച് കുറവായിരുന്നു മോള് പാടി. ബാക്കി എനിക്കൊന്നും പറയാനില്ല കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു പ്രീതിയുടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ദൈവം ഇനിയും അങ്ങോട്ടും നല്ലവണ്ണം പാടാനുള്ള ആരോഗ്യവും ശക്തിയും ത്രോട്ടിൽ നിന്ന് ഒരു പ്രോബ്ലവും തരാണ്ട് കൊണ്ടുപോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മാർക്സ് ചേച്ചി 26 out of 30. ശ്രീയേട്ട പ്രീതി, ഈ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ രോമം എണ്ണീക്കുകയായിരുന്നു. അത്ര ഒരു രോമാഞ്ചം ഉണ്ടാകുക എന്ന് പറയുന്ന പോലെ അത്ര ഒരു എക്സ്പ്രഷനാണ് പാടിയത്. കാരണം നല്ല എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 95% ആ പാട്ടിൻ്റെ എക്സ്പ്രഷനിൽ അതിനോട് ഒത്തുകൊണ്ടുവന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞ പോലെ പോയിട്ടുണ്ട്. ഏറ്റവും എനിക്ക് പോയതായിട്ട് തോന്നുന്നത് കേൾക്കുവാൻ എന്നുള്ള തുണ്ടുപല്ലിൽ, അത് ഭയങ്കരമായിട്ടങ്ങ് പോയി. അത്രേ ഉള്ളൂ. അത് ഇത്രയും പാടുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് എങ്ങനെ പാടി അവസാനിപ്പിക്കും. കാരണം ആദ്യം തുടങ്ങിയ ശബ്ദം അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു ശബ്ദമാണ് പ്രീതിയുടെ. വെരി ഗുഡ്. ചേട്ടൻ്റെ ഒരു മനോഹരമായ ഗാനമാണ്. എന്തായാലും പ്രീതി അത് സക്സസ്ഫുൾ യു ആർ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. 26 മാർക്ക്. 26. ചേച്ചി വളരെ മെലോഡിയസ് ആയിരുന്നു മോളെ. വെരി നൈസ് പെർഫോമൻസ്. ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മറന്നു പോയിരുന്നു കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിൽ ഒരു ചിരി വന്നില്ലേ, അയ്യോ എന്തൊരു ചിരിയായിരുന്നു. വണ്ടർഫുൾ ചിരി.
incredible performance. Keep it up. താങ്ക് യു ചേച്ചി. And marks? 8 marks. 8 out of 10. I don't know what's happening. എല്ലാ contestants-നും എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഭയങ്കര നല്ലോണം പാടുന്നത്. Total marks 26 plus 26 plus 26 plus 8, 86. 86 marks ആണ് ജഡ്ജസ് പ്രീതിക്ക് നൽകിയത്, which is very good marks. അതിന് ഏറ്റവും കൂടുതൽ സന്തോഷം ബോയ്സും ഗേൾസും ഈക്വലി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഗേൾസ് 88 ഇരിക്കുന്നു, 86.